അമീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നാച്ചുറലി ഒക്കറിങ് അമീൻസ്. ഈ പ്രോട്ടീൻ ഒരു നാച്ചുറലി ഒക്കറിങ് അമീനാണ്. വൈറ്റമിൻ ഒരു നാച്ചുറലി ഒക്കറിങ് അമീനാണ്. ഹോർമോൺസ് ഒരു നാച്ചുറലി ഒക്കറിങ് അമീനാണ്. അതേപോലെ തന്നെ ആൽക്കലോയിഡ്സ് ഒരു നാച്ചുറലി ഒക്കറിങ് അമീനാണ്. അപ്പം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള അമീൻസ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്നിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതൽ കാര്യങ്ങളിലേക്ക് കയറാം. ഇതിനകത്ത് നെയിമിങ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് മറ്റ് ചാപ്റ്ററിനകത്തെ നെയിമിങ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ ഈ ചാപ്റ്ററിനകത്തെ നെയിമിങ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. അതുകൊണ്ട് ഇതിനകത്ത് നെയിമിങ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നെയിമിങ് തൊട്ട് ഇച്ചിരി എന്താണ് ഇതായിട്ട് പഠിച്ചു പോവാം. അപ്പം ഇൻട്രൊഡക്ഷനകത്ത് നമുക്ക് പറയാനുള്ളത് അമീൻസ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള അമീൻ ആണെങ്കിൽ പ്രോട്ടീനകത്ത് അമീൻ ഗ്രൂപ്പ് കാണാൻ പറ്റും. വൈറ്റമിൻസ്, ഹോർമോൺസ്, ആൽക്കലോയിഡ്സ്. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള അമീൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡെന്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു അമീനാണ് നൊവാക്കിൻ എന്ന് പറയുന്ന ഒരു ഇത്. അതേപോലെ തന്നെ ബെനഡ്രിൽ എന്ന് പറയുന്ന ഒരു അമീൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബെനഡ്രിൽ എന്ന് പറയുന്ന ഒരു അമീൻ, അതായത് സിന്തറ്റിക് ആയിട്ടുള്ള അമീനാണ്, പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. ഈ ആസ്മ പേഷ്യന്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആന്റി ഹിസ്റ്റാമിൻ ആണ് ഈ ബെനഡ്രിൽ എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ അമീൻസിന്റെ വിഭാഗത്തിൽ പെടുത്താം. പിന്നെ അതേപോലെ നമ്മുടെ ഹോർമോൺസ്, അഡ്രിനാലിൻ, നൊറഡ്രിനാലിൻ, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഹോർമോണുകളിനകത്തും ഈ അമീൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അമീൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, അമോണിയയുടെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ അമീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത് തന്നെ ഡോട്ട് ഇട്ട് ആദ്യം എഴുതിക്കോ. അമീൻസ് ആർ actually derivative of ammonia. അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അത് കണ്ടിരിക്കും, അമോണിയ. ഇനിയും NH3 നോക്കിയോ, NH3 അമോണിയയുടെ ഫോർമുല തണ്ടി ഇതല്ലേ, NH3 തണ്ടി ഇങ്ങനെയല്ലേ അമോണിയയുടെ ഫോർമുല വരുന്നത്, ഇവിടെ ഒരു ലോൺ പെയർ. ഓക്കെ, ഇത് അമീൻ എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമോണിയയുടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് CH3 CH2 CH3 ഈതയിലോ മീതയിലോ പ്രൊപ്പൈലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ പ്രൈമറി ആയിട്ടുള്ള അമീനാവും. ഇനി രണ്ടാമത്തെ ഹൈഡ്രജനെ കൂടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെയും എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ സെക്കൻഡറി അമീനാവും. മൂന്നാമത്തെ ഹൈഡ്രജനെയും കൂടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെയും കൂടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ ടെറിഷ്യറി അമീനാവും. ഓക്കെ ആണല്ലോ. അപ്പം അമീൻസിനെ നമുക്ക് മൂന്നായിട്ട് പറയാം: പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷ്യറി അമീൻ. അമോണിയയുടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലും പ്രൈമറി അമീൻ. രണ്ടാമത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻ. മൂന്നാമത്തേലാണെങ്കിലും അത് എന്താണ്, അത് ടെറിഷ്യറി അമീൻ. ഇനിയും ഈ ആൽക്കൈൽ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ അറൈൽ ഗ്രൂപ്പ് വന്നാലും അവർ പ്രൈമറി അമീൻ തന്നെയാണ്. ഇപ്പൊ വേണ്ട ഇവിടെ ഒരു പ്രൈമറി അമീനെ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അമോണിയയുടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു 6 ഇട്ടാൽ മതി, ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇത് പ്രൈമറി അമീനായി. ഇനിയും ഈ 6 മാറ്റിയിട്ട് അവിടെ ഒരു ബെൻസീൻ റിംഗ് വന്നാലും, അതായത് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ബെൻസീൻ റിംഗ് വന്നാലും അത് എന്ത് തന്നെയാ, പ്രൈമറി അമീന. വരച്ചിട്ടേക്കണം കേട്ടോ. സെക്കൻഡറി അമീൻ വരയ്ക്കുമ്പോഴോ, സെക്കൻഡറി അമീൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അമോണിയയുടെ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നുണ്ടാവും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ഇതും അതേപോലെ തന്നെ ഇങ്ങനെ. ഓക്കെ, ഇത് H കണ്ടോ, 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നാലും എന്ത് തന്നെയാണ്, 2 അറൈൽ ഗ്രൂപ്പുകൾ വന്നാലും ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നാലും അമീനാണ്. അപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അമീൻ എന്ന് പറയുമ്പോൾ അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ്. അമോണിയയുടെ സ്ട്രക്ചർ N ഇട്ടിട്ട് 3H, ഒരു ലോൺ പെയർ ആണ്. അതിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒന്നെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അറൈൽ ഗ്രൂപ്പോ വന്നാൽ അവരെ പ്രൈമറി അമീൻ എന്ന് പറയുന്നു. ഇനിയും അമോണിയയുടെ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പോ 2 അറൈൽ ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ അവരെ സെക്കൻഡറി അമീൻ എന്ന് പറയുന്നു. ഇനിയും അമോണിയയുടെ 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അമോണിയയുടെ 3 ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണ്. എന്താണ് പിന്നെന്താ, പിന്നെ നമുക്ക് എന്താ ഒരു അതേപോലെ തന്നെ 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് 3 അറൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിലും ഈ പറഞ്ഞ എന്താണ്, അത് ടെറിഷ്യറി അമീൻ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ 3 അറൈൽ ഗ്രൂപ്പ് ഇത് ചെയ്താലും അതെന്താ, ടെറിഷ്യറി അമീൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് വരച്ചിടുക കേട്ടോ. അതായത് പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
അമോണിയയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതിന്റെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പോ അറൈൽ ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ അവൻ പ്രൈമറി അമീന്. അമോണിയയുടെ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പും 2 അറൈൽ ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ അവിടെ സെക്കൻഡറി അമീന്. അതേപോലെ തന്നെ എന്താണ് അമോണിയയുടെ 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ അവൻ ടെറിഷ്യറി അമീൻ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇത് മൂന്നും വരച്ചിട്ടേക്കുക. ചെറുതാക്കാം. ഇത് മൂന്നും മാർക്ക് ചെയ്തേക്കാം. ഇതാണ് ബേസിക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇനി നോമൻക്ലേച്ചർ ആണ് അടുത്തത്. നമ്മൾ ബേസിക്സ് പറഞ്ഞു. ഇനി ഇതിന് ക്ലാസിഫിക്കേഷൻ ഓൾറെഡി ഈ ബേസിക്സും പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി. ഇനി നമ്മൾ നോമൻക്ലേച്ചറിലോട്ടാണ് നമ്മൾ കയറുന്നത്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പേരിടിയിൽ ഓക്കെ ആണല്ലോ. നമ്മൾ CH3 CH2 NH2 അതായത് അമോണിയയുടെ 2 ഹൈഡ്രജനിൽ 3 ഹൈഡ്രജനിൽ 1 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തതോടെ ഈത്തൈൽ ഗ്രൂപ്പ് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെ എപ്പോഴും നെയിം ചെയ്യുന്നത് ആൽക്കനമൈൻ എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ആൽക്കനമൈൻ എന്ന് പറയുന്ന ഫോമിലായിരിക്കും. അപ്പൊ എന്താ ഇവിടെ 2 ഗ്രൂപ്പ് വന്നപ്പോൾ അത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഈതൈൽ ഗ്രൂപ്പാ അല്ലെ. അപ്പം ഈതൈൽ ഗ്രൂപ്പാണ്. അപ്പം നമ്മൾ എന്താ എഴുതുന്നത്? യഥൻ അമൈൻ എന്നാണ് ഇതിന്റെ പേര്. ഇനി ഇങ്ങനെ വന്നാലോ, അതായത് നമ്മള് CH3 ഇവിടെ CH ഇവിടെ CH3 ഇതേൽ ഒരു NH2 വന്നാലോ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതേൽ ഇത് വന്നിരിക്കുവല്ല ചെയ്തിരിക്കുന്നത്. എന്തേലാ ഈ അമോണിയയുടെ 3 ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ തന്നെ ഈ ഗ്രൂപ്പ് വന്നിരിക്കുക. മനസ്സിലായോ? അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഇത് നമുക്കറിയാം. ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്താ, നമ്മൾ ആൽക്കനമൈൻ എന്നാണ് എഴുതുന്നത്. അപ്പം ഇവിടെ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പൈൻ ആണ്. അപ്പൊ പ്രൊപ്പൻ എഴുതിയിട്ട് എന്താണ് രണ്ടാമത്തേല് 1 2 3 രണ്ടാമത്തേലാണ് അമിനോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. പ്രൊപ്പൻ 2 അമൈൻ. കണ്ടോ, ഇങ്ങനെ വേണം ഇതിനെ. ഇനി ഇതിന് നോമൻക്ലേച്ചറിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഉണ്ട്. അതാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. നോക്കിക്കോണം. അതായത് അമോണിയയുടെ 3 ഹൈഡ്രജനിൽ 1 ഹൈഡ്രജൻ അവിടെ തന്നെ കിടക്കുന്നു. ബാക്കി 2 ഹൈഡ്രജനെ നോക്കിയോ, ഇവിടെ ഒരു CH3 ഇവിടെ ഒരു CH3 ഓക്കെ ആണല്ലോ. ഇങ്ങനെ നൈട്രജനിൽ ഡയറക്റ്റ് ആയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ള പേരെന്താണ്? രണ്ടെണ്ണമൊക്കെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിലുള്ള പേരെന്താണ്, എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് എപ്പോഴും എഴുതുന്നത് N ആൽക്കൈൽ ആൽക്കനമൈൻ എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും എഴുതുന്നത്. അതിന്റെ ജനറൽ എഴുതുന്നത് N ആൽക്കൈൽ ആൽക്കനമൈൻ എന്നായിരിക്കും ഇവരുടെ ജനറൽ നെയിം എഴുതുന്നത്. ജനറലി ഇങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ ആൽക്കൈൽ ഭാഗത്ത് എന്ത് വരും, ആൽക്കനൈൻ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പൊ നോക്കിയോ, ഇവിടെ ചെയിൻ ലെങ്ത് കൂടുതലുള്ള ആളിനെ ആൽക്കനമൈൻ ആയിട്ട് എഴുതും, ചെയിൻ ലെങ്ത് കുറവുള്ള ആളിനെ ആൽക്കൈലായിട്ട് എഴുതും. അതായത് വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ ഞാൻ ഇവിടെ എഴുതിയേക്കാം. ചെയിൻ ലെങ്ത് കൂടുതലുള്ള ആളാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? അത് ആൽക്കനമൈൻ ആയിരിക്കും, ആയിട്ട് എഴുതും. അതേപോലെ തന്നെ ചെയിൻ ലെങ്ത് കുറവുള്ള, അപ്പം ഇവിടെ ഇപ്പം രണ്ടും സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല, സെയിം ചെയിൻ ലെങ്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ചെയിൻ ലെങ്ത് കുറവാണെങ്കിൽ അവനെ ആൽക്കൈൽ ഫോമിലായിരിക്കും എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ആൽക്കൈൽ ഫോമിൽ എഴുതാൻ വേണ്ടി ഒരു കാർബണേ ഉള്ളൂ, ഇവിടെ ആൽക്കനമൈൻ ഫോമിൽ എഴുതാൻ ഒരു കാർബണേ ഉള്ളൂ. പക്ഷെ N നേരെ ചേർത്തിരിക്കണം. അപ്പൊ ഇതിന്റെ പേര് N മീത്തൈൽ മെത്തനമൈൻ എന്നായിരിക്കും ഇതിന്റെ പേര്. ഇതൊക്കെ ഓർത്തോണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെയിമിംഗ് എപ്പോഴും ചോദിക്കാറുണ്ട് ഇതിനകത്ത്. ഒരു ചാപ്റ്ററിലെയും നെയിമിംഗ് ചോദിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്ററിലെങ്കിലും നെയിമിംഗ് ചോദിക്കാറുണ്ട്. അടുത്തത് വേറൊരു ടൈപ്പ് നോക്കിയോ, ഇങ്ങനെ തന്നെ തരികയാണ്. ഇത് തന്നെ, ഇത് CH3 ഇവിടെ N ഇവിടെ H ഇവിടെ CH2 കണ്ടോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്.
അതായത് ഇവിടെ 3 എന്താണ് കാർബൺ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു ചെയിൻ ലെങ്ത് കുറവുള്ളവൻ എപ്പോഴും ആൽക്കൈലായിട്ട് എഴുതണം, ചെയിൻ ലെങ്ത് കൂടുതലുള്ളവനെ ആൽക്കനമൈൻ ആയിട്ട് എഴുതണം. അപ്പൊ ഇവിടെ ആൽക്കനമൈൻ ആയിട്ട് എഴുതേണ്ടത് പ്രൊപ്പന. അപ്പം ഇവിടെ എന്താ എൻ മീഥൈൽ മീഥൈൽ പ്രൊപ്പനമൈൻ എന്നാണ് എഴുതാൻ. എൻ മീഥൈൽ പ്രൊപ്പനമൈൻ, അതാണ് ഇതിന്റെ പേര്. അപ്പൊ ഇനിയിപ്പം 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലോ, അതായത് ഇങ്ങനെ വന്നാലോ, അതായത് ഇവിടെ ഒരു CH3 CH2, ഓക്കെ, ഇവിടെ N, ഇവിടെയും ഒരു CH2 CH3, ഇവിടെ ഒരു CH2 CH2 CH3, ഇങ്ങനെ വന്നാലോ, ഇങ്ങനെ വന്നാൽ നോക്കിയേ, ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും നെയിം ചെയ്യണമെന്ന്? ചെയിൻ ലെങ്ത് കൂടുതലുള്ളവൻ അപ്പോഴും ആൽക്കനമൈൻ ഫോമിൽ എഴുതണം. ഇവിടെ 3 കാർബണുണ്ട്, അവനായിരിക്കും. അപ്പൊ പ്രൊപ്പനമൈൻ, അത് ആദ്യം അങ്ങോട്ട് എഴുതണം, പ്രൊപ്പനമൈൻ. ഇനി ചെയിൻ ലെങ്ത് കുറവുള്ളവൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 എണ്ണം ഉള്ള 2 കാർബൺ ഉള്ള 2 ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അപ്പൊ അവനെ നെയിം ചെയ്യുമ്പോൾ N, N. നമുക്കറിയാലോ ഇപ്പൊ ഡൈമീഥൈൽ എന്നൊക്കെ പറഞ്ഞല്ലോ, 1 ഡൈമീഥൈൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ NN ഡൈ ഈഥൈൽ പ്രൊപ്പനമൈൻ എന്നാണ് ഇതിന്റെ പേര്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ക്ലിയർ ആക്കി പോകണം. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. ഈ 7 മാർക്കിന്റെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും ഇതിനകത്തുനിന്ന് വരുന്നത്. ഇതിനകത്തുനിന്ന് വരുന്നത് ഒറ്റ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ വരരുത്, സിമ്പിൾ ആയിട്ടേ ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ ഇപ്പോഴേ പറയാം, ബേസിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും, ഉറപ്പ്. ഒരു ചോദ്യം അതാണ്. പിന്നെ 2 ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. പിന്നെ ഇതിനകത്ത് ഒരു ഡയസോണിയം സോൾട്ടിന്റെ ഒരു ചോദ്യം അത് വരും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ റിയാക്ഷനിലെ 2-3 ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഗബ്രിയേൽ താലിമേഡ് സിന്തസിസ്, അങ്ങനെ 2-3 നെയിം റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നെയിം റിയാക്ഷൻ ചോദിക്കും. അങ്ങനെ 7 മാർക്ക്. എനിക്കൊന്ന് കേരളയ്ക്ക് 7 മാർക്കിന്റെയും CBSEക്ക് 9 മാർക്കിന്റെ ചോദ്യമാണ് ഇതിനകത്തൊന്ന് ചോദിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നോക്കിയോ, വേറൊരു മോഡൽ എന്താണെന്നറിയോ? ഇവിടെ CH3 CH2 വന്നു, N വന്നു, ഇവിടെ ഒരു CH3 വന്നു, ഇവിടെ CH2 CH3 അല്ല CH2 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 CH3 ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ചെയിൻ ലെങ്ത് എന്നിലുള്ള കൂടുതലുള്ള ഏതാണോ അവനെയാണ് ആൽക്കനമൈൻ ആയിട്ട് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ബ്യൂട്ടനമൈൻ ആയിരിക്കും, ബ്യൂട്ടനമൈൻ ആയിരിക്കും. ഓക്കെ, ഇനിയും നോക്കിക്കോണം, ഇവിടെ ഈഥൈലുണ്ട്, ഇവിടെ മീഥൈലുണ്ട്. ഇ ആണോ N ആണോ, അല്ല സോറി, ഇ ആണോ M ആണോ ആൽഫബറ്റ് ഓർഡറിൽ മുമ്പിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇ ആദ്യം എഴുതണം. അതെങ്ങനെ എഴുതണമെന്ന് അറിയോ? N ഈഥൈൽ N മീഥൈൽ ബ്യൂട്ടനമൈൻ, ഇങ്ങനെയാണ് അതിന്റെ പേര്. N മീഥൈൽ ബ്യൂട്ടനമൈൻ, ഇങ്ങനെ ആയിരിക്കും അതിന്റെ പേര്. കുഞ്ഞുള്ള ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അമൈൻസിനെ നെയിം ചെയ്യാനുള്ള മോഡൽ, ചോദ്യം ചോദിക്കുന്ന മോഡൽ ഇത്രയുമേ ഉള്ളൂ. ഇനി അരോമാറ്റിക് അമൈൻസ് വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവന്റെ പേര് എന്തായിരിക്കും എന്നറിയാമോ? 2 രീതിയിൽ എഴുതാം. ഇവനെ നമുക്ക് കോമൺ നെയിം ആണെങ്കിൽ ഇവന്റെ അനിലീൻ എന്ന് എഴുതാം, അനിലീൻ. ഇതിനകത്ത് ഈ അമീൻസിനകത്ത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ഇവന്റെ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്.
ഇതിനെ അനിലിൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ബെൻസമൈൻ എന്ന് പറയാം, അല്ലെ അമിനോ ബെൻസീൻ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാൻ പറ്റും. അനിലിൻ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അനിലിൻ എന്നാണ് കൂടുതലും ചോദിക്കാം. ഓക്കെ, ഇനിയും വേറൊരു ഇതുണ്ട്. ഇതിനെ നെയിം ചെയ്യുമ്പോഴോ, ഇതിനെ അതായത് NH2 ഇവിടെ വരുന്നു, ഇവിടെ CH3 വരുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ നെയിം ചെയ്യാന്നറിയോ, ഇതിനെ മെയിൻ ആക്കിയിട്ട് ഇതിനെ ബ്രാഞ്ച് ആക്കാം. ഇനി വേണമെങ്കിൽ ഇതിനെ മെയിൻ ആക്കിയിട്ട് ഇതിനെ ബ്രാഞ്ച് ആക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാ ചെയ്യുന്നെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. അപ്പം 2 മീഥൈൽ 2 മീഥൈൽ അനിലിൻ എന്ന് വേണമെങ്കിൽ ചേർക്കാം. അനിലിൻ എന്ന് വേണമെങ്കിൽ ചേർക്കാം. ഇനി തിരിച്ച് നെയിം ചെയ്യുവാണെങ്കിൽ എന്താണ്, തിരിച്ച് നെയിം ചെയ്യുവാണെങ്കിൽ ഈ CH3 ഉള്ള കാർബൺ ഫസ്റ്റ് കാർബൺ, മറ്റേത് അതായത് അതിനെ മെയിൻ ആക്കുവാണെങ്കിൽ, ഓക്കെ, അതിനെ മെയിൻ ആക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താണ് 2 അമിനോ ടൊളുവിൻ എന്ന് വേണമെങ്കിൽ നെയിം ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ നെയിം ചെയ്യാമേ, രണ്ട് രീതിയിലും നെയിം ചെയ്യാം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച്. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 2-3 നെയിമിംഗ് കൂടെ പഠിപ്പിച്ചോട്ടെ. കാരണം ചോദ്യം ചോദിക്കുന്നതിനകത്ത് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, നെയിമിംഗ് ആയിട്ടല്ല, റിയാക്ഷൻസിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ അമൈഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മളത് കാർബോക്സിലിക് ആസിഡിന്റെ ഒക്കെ ചാപ്റ്റർ പഠിച്ചു നമ്മൾ പറഞ്ഞായിരുന്നു. C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ NH2 വരുവാണെങ്കിൽ ഇത് അമൈഡ, ഇത് അമീൻ അല്ല. അമീൻ വരുവാണെങ്കിൽ എന്താ, അമീനകത്ത് C ഡബിൾ ബോണ്ടോ ഇല്ല, എന്നാൽ അമൈഡിനകത്ത് C ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബെൻസമൈഡ് എന്നൊക്കെ പറഞ്ഞൊരു കോമ്പൗണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ, C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ NH2 വന്നു, ഓക്കെ, ഒരു സൈഡിൽ ബെൻസീൻ റിംഗ് വന്നു, ഒരു സൈഡിൽ ബെൻസീൻ റിംഗ് ഇങ്ങനെ വരികയാണ്, ഒരു സൈഡിൽ ബെൻസീൻ. ഇതിനെ നമ്മൾ ബെൻസമൈഡ് എന്നാണ് പറയുന്നത്. ബെൻസമൈഡ് എന്ന് പറയാം, ബെൻസീനമൈഡ് എന്നും പറയാം, ബെൻസമൈഡ്. ഓക്കെ, ഇനി വേറെ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ഉള്ള ഒരു നെയിമിംഗ് ആണ് ഇത്. ഇങ്ങനെ ഒരു ബെൻസീൻ റിംഗ് തന്നിരിക്കുകയാണ്, എന്നിട്ട് ഇതേലോട്ട് ഒരു C ഡബിൾ ബോണ്ടോ തന്നിരിക്കുകയാണ്, എന്നിട്ട് ഇതേലോട്ട് ഒരു NCH3 കണ്ടോ ഇങ്ങനെ തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിപ്പോ ബെൻസമൈഡിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ തന്നിരിക്കുന്നത്. പക്ഷേ പക്ക ബെൻസമൈഡ് അല്ല, ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി N എന്ന് പറയുന്ന സാധനം, Nയിൽ മീഥൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ ആലോചിച്ചോണം N മീഥൈലാണ്. N മീഥൈൽ എന്താണ്, ബാക്കി എന്താ, ബാക്കിയൊന്നുമില്ല. ബാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലെ ബെൻസമൈഡിന്റെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ CH3 വന്നിരിക്കുന്നത്. അപ്പം അമൈഡിന്റെ ബെൻസമൈഡിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയാണിത്, മനസ്സിലായോ? അപ്പൊ N മീഥൈൽ ബെൻസനമൈഡ് എന്ന് എഴുതാം, ബെൻസമൈഡ് എന്ന് എഴുതാം, അല്ലെ ബെൻസീനമൈഡ് എന്ന് അങ്ങനെ വേണം എഴുതാം, ബെൻസമൈഡ്. ഇനി ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടെ ഇതിനകത്തുണ്ട്, അതും കൂടെ അങ്ങ് തരികയാണ്. ഒരു ബെൻസീൻ റിംഗ് തന്നു, എന്നിട്ട് അതേലൊരു N, ആ NH2-ലെ 2 എണ്ണം റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ CH3, ഇവിടെ CH3, അതായത് അമോണിയയുടെ 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരെണ്ണത്തിനകത്ത് ഒരു റിംഗും 2 എണ്ണത്തിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പും. അപ്പൊ ഇത് എഴുതുന്നത് NN ഡൈമീഥൈൽ ബെൻസനമൈൻ. ഇത് അമൈഡ് അല്ല, അമൈൻ ആണ്. അപ്പൊ ബെൻസനമൈൻ. ചെറുതാക്കാം, എന്തെങ്കിലും എഴുതാനുള്ളത് എഴുതിക്കോണം. ഇനി നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ തൊട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കുക, ഇവിടെ തൊട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ, പ്രിപ്പറേഷൻ ഓഫ് അമീൻ, പ്രിപ്പറേഷൻ ഓഫ് അമീൻ. ഇതിനകത്ത് അമീൻ മാത്രമല്ല പഠിക്കാനുള്ളത്, ഇതിനകത്ത് ഡൈഅസോണിയം സോൾട്ട് എന്ന് പറയുന്ന അമീന്റെ ഒരു എന്താണ്
ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൂടെ പഠിക്കാനുണ്ട്, അതിനെപ്പറ്റിയും കൂടെ പഠിക്കാനുണ്ട്, അതിന്റെ പ്രിപ്പറേഷനും അതുപോലെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് ഇത് ചാപ്റ്റർ മറ്റേതിന്റെ അത്ര ഒന്നുമില്ല, ഏതാ ആൽക്കോൾ ഫിനോൾസിന്റെ അല്ലെ ആൽഡിഹൈഡ്സിന്റെയും പോലെ അത്രയൊന്നും ഇല്ല, അതിന്റെ പകുതിയേ ഉള്ളൂ ചാപ്റ്റർ. പക്ഷെ ഉള്ളതൊക്കെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, എല്ലാ റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് അമീൻസിനകത്ത് ആദ്യം പഠിക്കാനുള്ളത് റിഡക്ഷൻ ഓഫ് NO2. റിഡക്ഷൻ ഓഫ് എന്താണെന്ന് അറിയാമോ? അതായത് റിഡക്ഷൻ ഓഫ് NO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിലെ NO2 ആണ് കേട്ടോ, അതായത് നൈട്രോ ആൽക്കൈനെ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, റിഡക്ഷൻ ഓഫ് നൈട്രോ ആൽക്കൈൻ. NO2 ഗ്രൂപ്പുള്ള ആൽക്കൈൻസ്, അല്ലെങ്കിൽ ആൽക്കൈനകത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് NO2 വരുവാണെങ്കിൽ അവരെ പറയുന്നതാണ് നൈട്രോ ആൽക്കൈൻസ്. ഓക്കെ, അപ്പൊ അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നടക്കുക അല്ലേ? അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കാം, റിമൂവൽ ഓഫ് ഓക്സിജൻ നടക്കാം, ഇത് രണ്ടും ഒരുപോലെ നടക്കാം. പക്ഷെ ഇവിടെ നടക്കുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്, അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം. ഇവിടെ നടക്കുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. നമുക്കൊന്ന് നോക്കാം. CH3 CH2 NO2, ഇതിനെ റിഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഹൈഡ്രജൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം നിക്കലിന്റെ പ്രസൻസിൽ. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താ, ഇത് അമീൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്താ അമീൻ ആഡ് ചെയ്യേണ്ടത്? ഈ ഹൈഡ്രജനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്താൽ മതി, ഓക്സിജൻ എടുത്ത് മാറ്റി നോക്കി. അപ്പൊ ഇവിടെ CH3 CH2 നോക്കിയോ, NH2 എന്നാണ് വരുന്നത്, ശരിയല്ലയോ? അല്ലെ? ഇവിടെ ഒരു എഥനോൾ എന്ന് പറയുന്ന ഒരു സോൾവെന്റിന്റെ പ്രസൻസിലാണ് നടത്തുന്നത്, എഥനോൾ. അതും കൂടെ ഒന്ന് എഴുതിയേക്കണം. കാരണം NO2 ഗ്രൂപ്പിലെ ഒരു O ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട്. അപ്പൊ ആ ഡബിൾ ബോണ്ടിനെയൊക്കെ പൊട്ടിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സോൾവെന്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ, അത് എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല, ഒന്നും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നോക്കിയോ, ഇവിടെ ഈ ഓക്സിജനെ ഇവിടുന്ന് മാറ്റിയിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹൈഡ്രജനെ ആഡ് ആവുന്നു, കണ്ടോ? അപ്പൊ അമീനായിട്ട് മാറി. ഓക്കെ, ഇത് നമ്മുടെ ബെൻസീൻ നൈട്രോ ഗ്രൂപ്പിനകത്താണെങ്കിലും എന്ത് ഇത് തന്നെ, നൈട്രോ ബെൻസീനകത്താണെങ്കിലും ഉണ്ട്. ഇതിപ്പോ NO2 വന്നു. ഇതിനകത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാ നോക്കിയോ, ഇതേല് NH2 ഗ്രൂപ്പ് വരും, അമിനോ ബെൻസീൻ ഫോം ചെയ്യും, ലാനിലിൻ ഫോം ചെയ്യും. ഇനി ഇതിനകത്ത് ഒരു രണ്ട് റിയാക്ഷൻ ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്. നമുക്ക് ഈ ഹൈഡ്രജന്റെ പ്രസൻസിൽ നമുക്ക്, അത് ഈ ബെൻസീൻ റിങ്ങിന്റെ കേസിലാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ബെൻസീനിലുള്ള നൈട്രോ ഗ്രൂപ്പിനെ നമുക്ക് ബെൻസീൻ റിങ്ങിൽ NH2 ആക്കി മാറ്റാൻ പറ്റും. അത് ഡയറക്റ്റ് ഹൈഡ്രജനെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റലിനെയും HCl-നെയും കൂടെ ആഡ് ചെയ്താലും റിഡക്ഷൻ, മെറ്റൽ ആഡ് ചെയ്തിട്ട് നമുക്ക് റിഡക്ഷൻ നടത്താൻ പറ്റും, അല്ലേ? അപ്പൊ മെറ്റലിനെ നമ്മൾ രണ്ട് മെറ്റലാണ് യൂഷ്വലി ആഡ് ചെയ്യുന്നത്. ഒന്ന് ടിൻ വിത്ത് HCl, അല്ലെങ്കിൽ അയൺ വിത്ത് HCl. ഇതിനകത്ത് അയൺ വിത്ത് HCl ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതും കൂടെ എഴുതിക്കോ, അതും എഴുതിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഹൈഡ്രജനെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റലിനെ ആഡ് ചെയ്യുമ്പോൾ HCl-ന്റെ പ്രസൻസിൽ നമുക്ക് ഈ റിയാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അപ്പം വേണമെങ്കിൽ അതൊരു സ്റ്റാർ ഇട്ടിട്ട് എഴുതാം, റിഡക്ഷൻ with metal in presence of an acid. ഒരു ആസിഡിന്റെ പ്രസൻസിൽ മെറ്റലിനെ ആഡ് ചെയ്യുമ്പോഴും റിഡക്ഷൻ നടക്കും. അപ്പം നമുക്ക് ഇത് തന്നെ നൈട്രോബെൻസീൻ തന്നെ എടുക്കാം. ഇത് NO2 ഇത് എടുക്കുന്നു, ഇതിനകത്ത് ഞാൻ ടിൻ SN ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് HCl. അപ്പൊ ഇവിടെ എന്തുണ്ടാകുന്നു? ഒന്നുമില്ല, റിഡക്ഷൻ സംഭവിക്കുന്നു. അതായത് ഇതിൽ NH2 വരുന്നു എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ ഇത് SnCl2 ഒക്കെ ഫോം ചെയ്യും, അത് നമുക്ക് വേണ്ട, ബൈ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇത് തന്നെ നമുക്ക് അയൺ വെച്ചിട്ട് ചെയ്യാം. ആ അയൺ വെച്ചിട്ട് ചെയ്യുന്ന റിയാക്ഷനകത്ത് ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അല്ലെ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇവിടെ NO2 വന്നു, ഈ സെയിം റിയാക്ഷൻ തന്നെ Fe ഇൻ പ്രസൻസ് ഓഫ് HCl നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോഴും എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്? അപ്പോഴും ഉണ്ടാകുന്നത് കണ്ടോ, NH2 തന്നെയാണ്. പക്ഷേ ഈ Fe വെച്ച് നടത്തുന്ന റിയാക്ഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ റിയാക്ഷൻ, അപ്പം ഇത് വേണമെങ്കിൽ ഇതിന്റെ താഴോട്ട് എഴുതാം, this reaction with scrap iron is preferred as FeCl2
Cl2 gets easily hydrolyzed. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേട്ടോ. hydrolyzed to release HCl during the reaction. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് അമൈൻ ഉണ്ടാക്കിയെടുക്കാം. Sn in presence of HCl ആഡ് ചെയ്തിട്ട് അമൈൻ ഉണ്ടാക്കിയെടുക്കാം. Fe in presence of HCl ആഡ് ചെയ്തിട്ട് അമൈൻ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ Fe in presence of HCl ആഡ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന എന്താണെന്നറിയാമോ? FeCl2 ആണ്. ഈ FeCl2വിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നറിയാമോ? HCl ഫോം ചെയ്യും. ആ HCl ഫോം ചെയ്യുന്നതിനെ വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ഈ റിയാക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഫോം ചെയ്യുന്ന SnCl2 ആ. ഈ SnCl2നെ ഒന്നും ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് HCl അതിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്ന HClനെ വീണ്ടും ഈ റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്രാപ്പ് ആൻഡ് കേസിൽ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ പുതിയ HCl നമുക്ക് വീണ്ടും സെപ്പറേറ്റ്ലി വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇവിടെ ഈ റിയാക്ഷനിൽ FeCl2 ഉണ്ടാവും. ഇതിനകത്തോട്ട് ഈ FeCl2വിനകത്തോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ HCl ഉണ്ടാവും. ആ HClനെ ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാം. കാരണം എന്താ? ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ അയണും HClഉം വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കണം നൈട്രോ ബെൻസീനകത്തോട്ട്. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഗുണം. ഞാൻ ഈ FeCl2 ഒന്നും എഴുതൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് എഴുതിയുള്ളൂ. ബൈ പ്രോഡക്റ്റ് എഴുതുന്നതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഓക്കെ, എഴുതേണ്ട ബൈ പ്രോഡക്ട്സ് ഉണ്ട്, അത് എഴുതാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അമീനെ റിഡക്ഷൻ വഴി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്തേത് അമോണലിസിസ്. ഇത് നമ്മൾ എവിടെ പഠിച്ചാണെന്നറിയോ? ഹാലോ ആൽക്കൈനകത്ത് പഠിച്ച ഒരു റിയാക്ഷൻ ആണ്. അത് അതിന്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് അല്ല, അത് തന്നെ എനിക്ക് തോന്നുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ പഠിച്ചതാണ്. അമോണിയക്കകത്ത് നമ്മൾ ഹാലോ ആൽക്കൈനകത്ത് നമ്മൾ അമോണിയ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചു പറയുന്നു, അമോണിയക്കകത്ത് ഹാലോ ആൽക്കൈനെ ആഡ് ചെയ്യും. രണ്ടും ഒന്ന് തന്നെ, നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം, അതും കൂടെ ഒന്ന് നോക്കാം, നോക്കിക്കോളൂ. അമോണലിസിസ് ഓഫ് രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് അമോണലിസിസ്. Amonolysis of alkyl halide. ഇവിടെ എന്താണെന്നറിയാമോ? ഇവിടെ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷന് ഒരു സീൽഡ് ഗ്ലാസിനകത്താണ് അണ്ടർഗോ ചെയ്യുന്നത്. ഒരു 373 കെൽവിൻ ടെമ്പറേച്ചറിലാണ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രൈമറി അമീൻസും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ റിയാക്ഷൻ മിക്സ്ചറിനകത്ത് പ്രൈമറി അമീനും കാണും, സെക്കൻഡറി അമീനും കാണും, ടെറിഷറി അമീനും കാണും, ക്വാട്ടർണറി അമീനും കാണും. ഈ 4 ആൾക്കാർ ഈ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും പല സമയത്താണ്. എന്നാലും ഫൈനലി നമുക്ക് എന്താണ്, റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ 4 ആൾക്കാരും ഇതിനകത്ത് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്ന് പ്രൈമറിയും സെക്കൻഡറിയും ഒക്കെ എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അതാണ് ഇതിന്റെ ഏക ഡിസഡ്വാൻറ്റേജ്. കാരണം ഇവിടെ എല്ലാ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, പ്രൈമറി അമീന്, സെക്കൻഡറി അമീന്, ടെറിഷറി അമീന്, ക്വാട്ടർണറി അമോണിയം സോൾട്ട്, ഇതെല്ലാം ഫോം ചെയ്യും. ഇതെല്ലാം ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് മിക്സ്ഡ് ആയിട്ടായിരിക്കും ആ റിയാക്ഷൻ മിക്സർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്ത അവസ്ഥയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഓരോന്നിനെയും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മെത്തേഡ് പൊതുവെ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിയേ, CH3Cl ഇതാണല്ലോ ആൽക്കൈൽ ഹാലൈഡ്. ഇതിനകത്തോട്ട് അമോണിയ ആഡ് ചെയ്യാണ്. അമോണിയ ആഡ് ചെയ്യുന്ന സമയത്ത് NH3 ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, NH3 ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണം, NH3 ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ ഇതിൽ ഒരെണ്ണം കട്ടാവും, ഇവിടെ ഇത് കട്ടാവും. ഈ CH3 വേണ്ട ഇവിടെ വരും, ഈ Cl വേണ്ട Hന്റെ കൂടെ പോകും. ശരിയല്ലേ? Cl Hന്റെ കൂടെ പോകും, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ വേണ്ട ഇതാണ് CH3
സോറി, ഇവിടെ ഇവിടെ N, ഇവിടെ ഒരു CH3, ഇവിടെ H അതേപോലെ തന്നെ, ഇവിടെ H അതേപോലെ നോക്കി. അമോണിയയുടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നപ്പോൾ ഇതെന്താ, ഇത് പ്രൈമറി അമീൻ ആണ്. പ്ലസ് എന്താ, അവിടെ HCl ഫോം ചെയ്തു. ഇവിടെ അമോണിയയാണ് എക്സസ് ആയിട്ട് എടുക്കുന്നത്, ഇത് കുറച്ച് എടുക്കുന്നുള്ളെങ്കിൽ റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അതായത് ശ്രദ്ധിച്ചോണം, ഞാനിവിടെ അമോണിയയാണ് എക്സസ് ആയിട്ട് എടുക്കുന്നത്, ഇത് എന്താണ് കുറവായിട്ട് എടുക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ് കുറവായിട്ട് എടുക്കുന്നെങ്കിൽ റിയാക്ഷൻ ഇവിടെ പ്രൈമറി അമീൻ മാത്രം ഉണ്ടാവും. എന്നാൽ ഞാൻ ആൽക്കൈൽ ഹാലൈഡ് ആണ് എക്സസ് ആയിട്ട് എടുക്കുന്നത്. if അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എഴുതാം, if NH3 is taken in excess amount, reaction will stop here. എന്നാൽ ഞാൻ CH3Cl ആൽക്കൈൽ ഹാലൈഡ്, if ആൽക്കൈൽ ഹാലൈഡ് is taken in excess, the reactions is as follows. റിയാക്ഷൻ നമ്മൾ ആസ് ഫോളോസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ വീണ്ടും റിയാക്ഷൻ നടക്കും. വീണ്ടും നോക്കിയേ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രത്തിനകത്ത് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുമ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് ആൽക്കൈൽ ഹാലൈഡ് മോളിക്യൂൾ ഉണ്ട്. ഒരു പാത്രത്തിനകത്ത് അമോണിയ എടുക്കുമ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് അമോണിയ മോളിക്യൂൾ ഉണ്ട്. അതിൽ ഓരോ മോളിക്യൂളിനും സംഭവിച്ച റിയാക്ഷൻ ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. അമോണിയ കുറവും ആ പാത്രത്തിനകത്ത് അമോണിയ കുറവും ആൽക്കൈൽ ഹാലൈഡ് കൂടുതലുമാണെങ്കിൽ വീണ്ടും ഈ ഉണ്ടായ പ്രൊഡക്റ്റ് പോയിട്ട് വീണ്ടും അതിനകത്തുള്ള അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ആൽക്കൈൽ ഹാലൈഡുമായിട്ട് പോയിട്ട് റിയാക്ട് ചെയ്യത്തില്ലേ? റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ഷൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കി, CH3Cl വീണ്ടും പ്ലസ് ഈ പ്രൈമറി അമീൻ N, ഒരു H, ഒരു CH3 കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇത് കട്ടാവുന്നു, ഇത് കട്ടാവുന്നു അടുത്തത്. എന്നിട്ട് ഈ CH3 ഇവിടെ വരുന്നു, ഈ HCl പോകുന്നു. അപ്പൊ ഇങ്ങനെ HNCH3, ഇവിടെ ഒരു CH3 കണ്ടോ. ഇത് സെക്കൻഡറി അമീൻ ആയില്ലേ? പ്ലസ് എന്താ, HCl. വീണ്ടും ഇത് എക്സസ് ആയിട്ടാ, ഇതിങ്ങനെ ലക്ഷക്കണക്കിന് അതിനകത്ത് കിടക്കുക. അമോണിയ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് തേർഡ് സ്റ്റെപ്പില് ഈ CH3Cl വേണമെങ്കിൽ ഈ സെക്കൻഡറി അമീനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാം. ശരിയല്ലേ? സെക്കൻഡറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇനി നോക്കിയേ, ഈ ഹൈഡ്രജനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ റീപ്ലേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ CH3 ഇവിടെ വരികയും ഈ HCl പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടെറിഷറി അമീൻ ഉണ്ടായി, NCH3 പ്ലസ് എത്രയാ, HCl. ഓക്കെ, ഇത് ടെറിഷറി അമീൻ ആണ്. റിയാക്ഷൻ ഇവിടെ നിൽക്കുന്നില്ല. അമോണിയക്ക് നോക്കി, ഇത് ലോൺ പെയറും കൂടി ഇട്ടേക്കണം എല്ലാത്തിനുമേ, കാരണം അമോണിയയുടെ എന്നിന്റെ മണ്ടയ്ക്ക് ലോൺ പെയർ കൂടെ ഉണ്ട് ഇല്ലേ? ഇനി വേണമെങ്കിൽ ആ ലോൺ പെയറിനെയും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാമല്ലോ. അപ്പൊ ലോൺ പെയറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇതിന് ഈ CH3Cl എന്ത് ചെയ്യുന്നറിയാമോ, പ്ലസ് നോക്കിയോ, ഈ ടെറിഷറി അമീനുമായിട്ട്, അതായത് ഇതുമായിട്ട് റിയാക്ട് ചെയ്യാം. ഇനിയും റീപ്ലേസ് ചെയ്യാൻ ഹൈഡ്രജൻ ഒന്നുമില്ല, പക്ഷെ ഇത് ഇവിടുന്ന് കട്ടായി കഴിഞ്ഞാൽ ഇതിന് ഈ അമോണിയയുടെ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് അവിടെ വന്നിരിക്കും. അപ്പം അമോണിയ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ അമോണിയക്ക് പോസിറ്റീവ് സൈൻ വരും. ഓക്കെ, ഇത് ഇവിടെ വന്ന് ഈ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിക്കാം. ഇങ്ങനെ വരും, CH3, ഇവിടെ ഒരു N, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. അമോണിയയുടെ ഒരു ഇലക്ട്രോൺ ഇവിടെ തന്നെ ആയിരിക്കുന്നത്. മറ്റേ ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവൻ ബോണ്ട് ഫോം ചെയ്തു, പക്ഷെ അത് കാണിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ എഴുതുന്നുള്ളൂ, CH3. എന്നിട്ട് ഇത് പ്ലസ് വരും. ഓക്കെ ആണല്ലോ, ഇത് പ്ലസ് വരും. മാത്രമല്ല ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ എന്തെന്ന് വരും, ഈ ക്ലോറിൻ ഇതിന്റെ കൂടെ തന്നെ വരും, Cl-. കണ്ടോ, ഇവനെ നമ്മൾ ക്വാട്ടനറി അമോണിയം സോൾട്ട് എന്നാണ് പറയുന്നത്. ക്വാട്ടനറി അമോണിയം സോൾട്ട്. ഇവിടെ എന്താണ്, HCl ഫോം ചെയ്യുന്നില്ല, പകരം എന്താണ്, ആ സോൾട്ട്, അതായത് അതിന്റെ പോസിറ്റീവ് അയോണിലോട്ട് തന്നെ വന്നിട്ട് ഈ ക്ലോറിൻ വന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യുക. കാരണം പോസിറ്റീവ് നെഗറ്റീവ് കൂടെ ചേർന്നതാണല്ലോ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അമോണിയം സോൾട്ട് ഫോം ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഞാൻ ചെറുതാക്കാം, ഇത് എഴുതിയെടുത്തു.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ അമോണിയയുടെ അമീൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ NO2 റിഡക്ഷൻ നടത്തിയിട്ട് ചെയ്തു. രണ്ടാമത്തേത് ആൽക്കൈൽ ഹാലൈഡിന്ന് ചെയ്തു. മൂന്നാമത്തേത് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ് ആണ്. നൈട്രൈൽ നമുക്കറിയാം, നമ്മൾ CN എന്ന് പറയത്തില്ലേ, C∝N എന്താണ് ആൽക്കൈൻ ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് CN ഗ്രൂപ്പ് വന്നാൽ അവൻ നൈട്രൈലായി ഇല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. മൂന്നാമത്തെ എന്താണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ് അല്ലെ സൈനൈഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നൈട്രൈൽസ് അതായത് C∝N. ഓക്കെ, നമ്മളൊരു മീഥൈൽ സൈനൈഡ് എടുക്കുകയാണ്, അതായത് CH3 C∝N. ഇതിനെ രണ്ട് രീതിയിൽ നെയിം ചെയ്യാം. ഈഥൈൻ നൈട്രൈൽ എന്നും നെയിം ചെയ്യാം, മീഥൈൽ സൈനൈഡ് എന്നും നെയിം ചെയ്യാം കേട്ടോ. കാരണം നൈട്രൈലിന് നെയിം ചെയ്യുകയാണെങ്കിൽ N മാത്രമേ ഉള്ളൂ നൈട്രൈലിനകത്ത്, ബാക്കി രണ്ടെണ്ണം മറ്റേനകത്ത് കൂട്ടണം, ഈഥൈൻ നൈട്രൈൽ. എന്നാൽ സൈനൈഡ് എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടെണ്ണം കൂടെ ചേരുമ്പോഴാണ് സൈനൈഡ്, ഇവനെ ഒറ്റയ്ക്ക്, അപ്പം മീഥൈൽ സൈനൈഡ്. അങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ നെയിം ചെയ്യാൻ പറ്റും. അപ്പൊ തൽക്കാലം ഞാൻ മീഥൈൽ സൈനൈഡ് എന്ന് എഴുതുകയാണ്. മീഥൈൽ സൈനൈഡ് ആണ്, സയനൈഡ്. എന്നാൽ മറ്റേ കൂടെ എഴുതിക്കോ, ഈഥൈൻ നൈട്രൈലിനും കൂടെ എഴുതിക്കോ, ഈഥൈൻ നൈട്രൈലിനും കൂടെ എഴുതിക്കോ. ഇതിനെ റിഡക്ഷൻ നടത്താൻ പോവാം. നിങ്ങൾ ആലോചിച്ചോണം, റിഡക്ഷൻ നടത്തുമ്പോൾ ഹൈഡ്രജൻ ആഡ് ആവുക ചെയ്യുന്നത്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ചുമ്മാ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ട് കാര്യമില്ല. നല്ല സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് LiAlH4 തന്നെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ആണോ? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? രണ്ട് ഹൈഡ്രജൻ കാർബണിന്റെ കൂടെയും ആഡ് ചെയ്യും, രണ്ട് ഹൈഡ്രജൻ നൈട്രജന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് അങ്ങ് പോകും, ഈ ഡബിൾ ബോണ്ട് അങ്ങ് കട്ടായി പോകും. അപ്പൊ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നോക്കിയോ, CH3 രണ്ട് ഹൈഡ്രജൻ കാർബണിന്റെ കൂടെയും കിട്ടി, സിംഗിൾ ബോണ്ടായി, രണ്ട് ഹൈഡ്രജൻ നൈട്രജന്റെയും കൂടെയും കിട്ടി. അപ്പൊ കണ്ടോ, ഇതിപ്പോ അമൈൻ ആയില്ലേ. ഇവന്റെ പേര് എത്തൻ അമൈൻ എന്നാണ്. ഓക്കെ, നൈട്രൈലിന്റെ റിയാക്ഷൻ കഴിഞ്ഞു. നാലാമത്തേത് റിഡക്ഷൻ ഓഫ് അമൈഡ് എടുക്കാം. റിഡക്ഷൻ ഓഫ് അമൈഡ് എടുക്കാം. അമൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം RC∼NH2 വരുന്നതിനെയാണ് നമ്മൾ അമൈഡ് എന്ന് പറയുന്നത് അല്ലേ, ശരിയല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു അമൈഡ് എടുക്കുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, എഥനമൈഡ് തന്നെ എടുക്കാം. CH3C∼ONH2 അമൈഡ. ഇതിനെ റിഡക്ഷൻ നടത്തിയാൽ മതി. ഇതിനെ റിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ റിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഓക്സിജനെ മാറ്റിയിട്ട് ഹൈഡ്രജനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു അമീനായി. ശരിയല്ലേ? നോക്കാം നമുക്ക്. ഇവിടെ റിഡക്ഷൻ, ഇവിടെ അതേപോലെ തന്നെ C∼ബോണ്ടോനെ പൊട്ടിക്കേണ്ടതും കൊണ്ട് തന്നെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് തന്നെ ഉപയോഗിക്കുകയാണ്, LiAlH4 ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, ഇവിടെ രണ്ട് റിയാക്ഷൻ സംഭവിക്കും. അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജനും സംഭവിക്കും, അറ്റ് എ ടൈം റിമൂവൽ ഓഫ് എന്താണ്, ഓഫ് ഓക്സിജനും സംഭവിക്കും. ശരിയല്ലേ? അപ്പം രണ്ട് ഹൈഡ്രജൻ ഇവിടെ വരികയും ചെയ്യും, ഇവിടത്തെ ഇത് പൊട്ടിയിട്ട് ഇത് ഇവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ CH3CH2NH2 കണ്ടോ, ഇത് എഥനമൈഡ് ആണ്, ഇത് എഥനമൈനായി. ഇതിനകത്ത് ഈ C∼ബോണ്ടിനെ പൊട്ടിക്കാൻ നമ്മൾ ഹൈഡ്രോളിസിസും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ H2 ഒന്നും കൂടെ ആഡ് ചെയ്യണം.
നമ്മൾ പറഞ്ഞല്ലോ ഡബിൾ ബോണ്ട് ഒക്കെ സി ഡബിൾ ബോണ്ടോ ഒക്കെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെന്റിന്റെ സഹായം കൂടെ ചില കേസിൽ ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞതാണ്. അതേപോലെ മുകളിലും നമുക്കുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ നമ്മൾ ഈ നൈട്രൈൽസ് വെച്ച് ചെയ്തില്ലേ, അതിനകത്ത് വേണമെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ചെയ്യാം. സോഡിയം അമാൽഗം വേണേൽ ഉപയോഗിക്കാം. അതായത് NaHg ഇൻ എന്താണ് എഥനോൾ അവിടെ സോൾവെന്റ് ഇൻ C2H5OH. ഇതും കൂടെ ഒന്ന് അവിടെ എഴുതിയിട്ടേക്കണേ. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ഈ റിയാക്ഷൻ ചോദിച്ചപ്പം റിയജന്റ് ഇതാ തന്നതേ. ഇനിയും അടുത്ത ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന ഒരു നെയിം റിയാക്ഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഒന്ന് ചോദ്യം ചോദിക്കാൻ വേറൊരു സാധ്യത എന്താണെന്നറിയോ? ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്യൂഷ് ചെയ്യാനായിട്ട് നമുക്ക് ടോളൻസ് ടെസ്റ്റും ഫെയിലിംഗ് ടെസ്റ്റും ചെയ്യാം. അതേപോലെ തന്നെ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ള ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാലോഫോൺ ടെസ്റ്റ് നടത്താം. അങ്ങനെയുള്ള കുറെ ഡിസ്റ്റിങ്യൂഷിംഗ് റിയാക്ഷൻ തന്നിട്ടില്ലായിരുന്നോ? ഇവിടെയും ഇതേപോലെ തന്നെ കുറെ ഡിസ്റ്റിങ്യൂഷിംഗ് റിയാക്ഷൻ ഉണ്ട്. ആ ഡിസ്റ്റിങ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു റിയാക്ഷൻ ആണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. നമുക്ക് അലിഫാറ്റിക് ആയിട്ടുള്ള പ്രൈമറി അമീനെ മാത്രമേ നമുക്ക് ഈ റിയാക്ഷൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് RNH2 ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇത് പ്രൈമറി അമീന, അത് അലിഫാറ്റിക് ആയിരിക്കണം. ഇവിടെ ആറിന് പകരം ഇവിടെ ബെൻസീൻ റിംഗ് വരാൻ പാടില്ല. അങ്ങനെ ഒരു പ്രൈമറി അമീൻ, അരോമാറ്റിക് ആയിട്ടുള്ള പ്രൈമറി അമീനെ നമുക്ക് ഈ മെത്തേഡ് വഴി ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം 5 എഴുതിയിട്ട് എഴുതിക്കൂ. ഗബ്രിയേൽ താലിമൈഡ് PTHALIMID ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഒരു ഡോട്ട് ഇട്ട് ആദ്യം അത് തന്നെ എഴുതിക്കൂ. ഒള്ളി പ്രൈമറി അലിഫാറ്റിക് പ്രൈമറി പ്രൈമറി അമീൻസ് can be prepared using this reaction. സെക്കൻഡറി അമീനെ ഉണ്ടാക്കാൻ പറ്റുന്ന സെക്കൻഡറി അലിഫാറ്റിക് അമീനും പറ്റത്തില്ല, ടെറിഷ്യറി അലിഫാറ്റിക് അമീനും പറ്റത്തില്ല, അരോമാറ്റിക് ആയിട്ടുള്ള ഒരു അമീനും പ്രൈമറി സെക്കൻഡറി ടെറിഷ്യറി ഒന്നും പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ താലിമൈഡ് സിന്തസിസ് എന്താന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമ്മൾ മറ്റേ താലിമൈഡ് മോളിക്കൂൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് എവിടെയോ പഠിച്ചതാ, കഴിഞ്ഞ ആൽക്കോളിനകത്ത് ആണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചത്. താലമൈഡ് ഒക്കെ നമ്മൾ അവിടെ പഠിച്ചാണ്. അതോ ഇനി എനിക്ക് കാർബോക്സിലിക് ആസിഡ് ഓർക്കുന്നില്ല. എനിവേ നോക്കിയോ, താലിമൈഡ് മോളിക്കൂൾ തന്നെ ഇങ്ങനെയായിരിക്കുന്നത്. താലിമൈഡ് മോളിക്കൂൾ നമ്മൾ ഇങ്ങനെയായിരിക്കുന്നത്. ബെൻസീൻ റിംഗ് അതേല് ഒരു C ഡബിൾ ബോണ്ടോ, ഇവിടെയും C ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇനി ഇത് രണ്ടും വന്നിട്ട് എന്താണെന്നറിയോ? NH ജോയിൻ ചെയ്യുകയാണ്. ഇത് രണ്ടും വന്നിട്ട് NH ജോയിൻ ചെയ്യുകയാണ്. NH ഈ മോളിക്കൂളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താലിമൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആൽക്കഹോളിക് KOH ആണ്. ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നോക്കിയോ, ആ Hനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ K വന്നു. Hനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ K വന്നു. ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ. Hന് പകരം അവിടെ എന്ത് വന്നു? K വന്നു. NK വന്നു. ഇതൊരു സോൾട്ട് ആണ്, കണ്ടോ? K വന്നു, ബാക്കിയുള്ളത് നെഗറ്റീവ് ആണ്. ഇത് മൈനസും ഇത് പ്ലസും ആണ്, സോൾട്ട് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? നമ്മൾ ഇവനെ ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട്, ജനറൽ ഒരു ആൽക്കൈൽ, അതായത് ഒരു CH3Cl കൊടുക്കാം. ഓക്കെ, ഇത് അല്ലെങ്കിൽ നിങ്ങൾ RX എന്ന് കൊടുത്താൽ മതി, അങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ CH3Cl കൊടുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? ഇനി ഈ NK ബോണ്ട് പൊട്ടിയിട്ട് CH3 അവിടെ വരും. അതായത് ഈ NK ബോണ്ട് അങ്ങോട്ട് പൊട്ടും. NK ബോണ്ട് അങ്ങോട്ട് പൊട്ടിയിട്ട് ഈ ബോണ്ട് പൊട്ടിയിട്ട് ഈ CH3 ഇവിടെ വരും, KCl ഇവിടെ പോകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് അടുത്ത കോമ്പൗണ്ട്, അടുത്ത പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരിക. ഇനിയും C ഡബിൾ ബോണ്ടോ, ഇവിടെയും C ഡബിൾ ബോണ്ടോ. ഇനി എന്താ? ഇവിടെ NaL CH3 വരുന്നു. ഓക്കെ ആണല്ലോ? NaL CH3 വരുന്നു. പിന്നെന്താ? പ്ലസ് ബാക്കി എന്താ? ബാക്കി KOH അല്ല KCl, അതുകൊണ്ടാണ് ബൈ പ്രോഡക്റ്റ്, അത് നമുക്ക് വേണ്ട. ഓക്കെ,
ഇവനെ നമ്മൾ എൻ എൻ ഇപ്പം ആൽക്കൈൽ എന്ന് പറയുമ്പോൾ ഇത് മീത്തൈൽ ആയതുകൊണ്ട് ഇവനെ നമുക്ക് എൻ മീത്തൈൽ താലിമേഡ് എന്ന് എഴുതാം. എൻ മീത്തൈൽ താലിമേഡ് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ ഇതിനെ 2 മോളിക്യൂൾ ഓഫ് NaOH വെച്ചിട്ട് അക്വസ് NaOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാം. 2 മോളിക്യൂൾ അക്വസ് NaOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് വരുമെന്ന് അറിയാമോ? ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്യും. നോക്കിയോ, ഇങ്ങനെ വരും. നോക്കിക്കോളൂ. ഇതിനെ രണ്ടിനെയും കണ്ടോ, ഇത് രണ്ടും ബ്രേക്ക് ആയിട്ട് നോക്കിക്കോളൂ. ഇത് C ഡബിൾ ബോണ്ടോ, ഇത് തന്നെ ഇവിടെയും C ഡബിൾ ബോണ്ടോ. ഇത് അങ്ങോട്ട് ബ്രേക്ക് ആയിട്ട് ഇതിൽ ഒരു ONA വരും. കണ്ടോ, 2 ONaOH ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 2 ONA ഉണ്ട്. ഒരു ONA ഇവിടെയും അതേപോലെ തന്നെ ഒരു ONA ഇവിടെയും വരും. ഓക്കെ ആണല്ലോ. ഇനിയും ഇതിനകത്തുനിന്ന് ആര് പോയി? ഇതിനകത്തുനിന്ന് ആരാ പോയത്? കണ്ടോ, ഇവിടെ CH3N പോയില്ലേ? Nൽ 2 ബോണ്ട് ഉണ്ടായില്ലേ? അതിൽ 2 ഹൈഡ്രജനും കണ്ടോ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. കാരണം 2 NaOHനകത്ത് 2 ONA ആണ് ഇവിടെ വന്നത്. ബാക്കി 2 ഹൈഡ്രജൻ ഉണ്ട്. ആ 2 ഹൈഡ്രജൻ വന്നിട്ട് നേരെ ഈ നൈട്രജനിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ പ്രൈമറി അമീൻ ഉണ്ടാകും. കണ്ടോ, CH3N ഉണ്ട്, അതിൽ 2 ഹൈഡ്രജനും വന്ന് ചേരും. കണ്ടോ, CH3 ആണ്, CH3NH2. ഇതൊരു പ്രൈമറി അമീൻ അല്ലേ? പ്രൈമറി അമീനിന്റെ പ്രിപ്പറേഷന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു റിയാക്ഷൻ ആണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഇവിടെ നിങ്ങൾക്ക് ഏത് പ്രൈമറി അമീൻ ഉപയോഗിക്കാം. ഇവിടെ ചേർക്കുന്ന ആൽക്കൈൽ ഹാലൈഡ്, ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ നമ്മൾ മീഥൈൽ ക്ലോറൈഡാ ചേർത്തത്. നിങ്ങൾ ഈഥൈൽ ക്ലോറൈഡാ ചേർക്കുന്നെങ്കിൽ അവിടെ ഈ ഈഥൈൽ താലിമൈഡിന്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇവിടെ എഥനമൈൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ 3 കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രൊപ്പനമൈൻ ഉണ്ടാകും. അപ്പോഴെല്ലാം എന്താണ്, പ്രൊപ്പനമൈൻ ആണെങ്കിലും എഥനമൈൻ ആണെങ്കിലും മെഥനമൈൻ ആണെങ്കിലും എല്ലാം എന്താ, പ്രൈമറി ആയിട്ടുള്ള അമീനാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതായിരിക്കും ഇവിടുത്തെ റിയാക്ഷൻ. ഇത് ഷുവർ, അതായത് ഇതൊരു 150% ഉറപ്പായിട്ടും ചോദ്യ പേപ്പറിനകത്ത് ഇല്ലാതെ ഒരു തവണ പോലും വന്നിട്ടില്ല കേട്ടോ ഈ ഗബ്രിയേൽ താലിമൈഡ്. എവിടെങ്കിലും ചോദിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ ABC ക്വസ്റ്റിനകത്താണെങ്കിലും അത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഒരു റിയാക്ഷനുകളുണ്ട് പ്രിപ്പറേഷനകത്ത്, അതുകൂടെ പഠിപ്പിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കിക്കോളൂ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. അത് ഹെഡിങ് എഴുതിക്കും. ഇത് എഴുതാൻ വേണ്ടിയാണ് ഇത് ചെറുതാക്കി തന്നത്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ, അല്ലെങ്കിൽ റിയാക്ഷൻ ആയിരിക്കും തരുന്നത്, ഡീഗ്രഡേഷൻ. ഇതും ഒരു 110% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. കാരണം എന്താ പറയുക, ഇവിടെ റിയാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റിയാക്ഷനകത്ത് യൂഷ്വലി തിങ്ക് ചെയ്യുന്ന പോലെ അല്ല ഈ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പം എന്താണ് തിങ്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയിരിക്കും റിയാക്ഷൻ അനുസരിച്ച്, പക്ഷെ അതല്ല ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നോക്കേണ്ടത്. അത് എപ്പോഴും എല്ലാ വർഷവും പരീക്ഷയ്ക്ക് പിള്ളേരോട് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. പലരും അത് തെറ്റിച്ചിട്ട് വരാറുണ്ട് ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ, എന്നിട്ട് മറന്നുപോയെന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അലിഫാറ്റിക് പ്രൈമറി അമീനെയും അരോമാറ്റിക് പ്രൈമറി അമീനെയും ഉണ്ടാക്കാം. അപ്പൊ ഇതും ഒരു ഡിസ്റ്റിങ്വിഷിംഗ് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു ഡോട്ട് ഇട്ടിട്ട് this reaction can be used to prepare primary aliphatic amines അതേപോലെ തന്നെ ആൻഡ് പ്രൈമറി അരോമാറ്റിക് അമീൻസിനെ ഉണ്ടാക്കാം. മറ്റേ നേരത്തെ അത് പറ്റത്തില്ലായിരുന്നു, അരോമാറ്റിക് പ്രൈമറി അമീൻസിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. അരോമാറ്റിക് പ്രൈമറി അമീൻസ്. ഓക്കെ, അപ്പൊ അത് ഇത് ഓർത്ത് വെച്ചേക്കണം, എന്താണ് ഇതിങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതിന്റെ ഹോഫ്മാൻ ബ്രോമമൈഡ് ആണ്. അപ്പം എന്തായാലും അമൈഡ് എന്ന് പറയുന്ന ആളാണ് ഇവിടെ റിയേജന്റ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതിനകത്തോട്ട് ബ്രോമിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക, ഹോഫ്മാൻ ബ്രോമമൈഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു അമൈഡ് എടുക്കുന്നു, അതായത് CH3 CH2 CH2 C ഡബിൾ ബോണ്ട് ONH2. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ഇവനെ നമ്മൾ ബ്യൂട്ടനമൈഡ് എന്നാണ് പറയുന്നത്, ബ്യൂട്ടനമൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനകത്തോട്ട് ബ്രോമിനെ ആഡ് ചെയ്യുമ്പോഴാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് എന്ന് പറയുന്നത്, Br2 ആഡ് ചെയ്യുന്നു. ഇതും നമ്മൾ ആഡ് ചെയ്യുന്നത്
ഒന്നെങ്കിൽ അക്വസ് NaOHന്റെയോ അല്ലെങ്കിൽ ആൽക്കഹോളിക് NaOHന്റെയോ പ്രസൻസിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോണം, ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഓയിനെ മാറ്റിയിട്ട് അവിടെ H2 വരുമ്പം ബ്യൂട്ടനമൈൻ തന്നെ ഉണ്ടാവുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തെറ്റാണ്. ഇവിടെ റിയാക്റ്റന്റിലുള്ള കാർബണെക്കാട്ടിലും ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ള അമീനായിരിക്കും ഉണ്ടാകുന്നത്. അതിനർത്ഥം വേണ്ട ഇവനെ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കി കളയുകയും ഈ N ഡയറക്റ്റ് വന്ന് ഈ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് പ്രൊപ്പനമൈൻ ആയിരിക്കും. നോക്കിയാൽ CH3 CH2 CH2 NH2 കണ്ടോ, ഇത് പ്രൊപ്പനമൈൻ ആണ്. ഓക്കെ, ഇനി നോക്കിയോ, ഇനിയും എന്തായാലും ഈ NAയും ഈ Br കൂടെ ഇവിടെ 4 NaOH ഉണ്ട്, 4 NaOH ഉണ്ട്. അതേപോലെ തന്നെ 4 NaOH ഉണ്ടെന്ന് ഓർക്കുക. അതിൽ 4 NaOHൽ 2 Na ഈ Br-ഉമായിട്ട് എന്ത് ചെയ്യുന്നറിയോ, 2 NaBr ഉണ്ടാവും, 2 NaBr ഉണ്ടാവും. പ്ലസ് ബാക്കി എന്താണെന്നറിയാമോ, ഈ സോഡിയവും അതേപോലെ ഇവിടെ നിന്ന് വന്ന ഈ കാർബൺ C ഡബിൾ ബോണ്ടോ എല്ലാം കൂടെ ചേർന്നിട്ട് കണ്ടോ, ഈ COയും ഈ NaOയും എല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, സോഡിയം കാർബണേറ്റ് Na2CO3 ഉണ്ടാവും. ഓക്കെ, പ്ലസ് എന്തായാലും OH ഉണ്ട്, അതുകൊണ്ട് തന്നെ വാട്ടറും കൂടെ ഫോം ചെയ്തിരിക്കും, H2O. ഇവിടെ 2 2 2 ഇവിടെ 2 3. ഇതായിരിക്കും ഇവിടെ നടക്കുന്നത്. ഇത് പഠിച്ചു വെച്ചോണം. എല്ലാവരും ബ്യൂട്ടനമൈഡിൽ നിന്ന് ബ്യൂട്ടനമൈൻ ഉണ്ടാവും എഴുതി വെക്കും, പക്ഷെ അത് തെറ്റാണ്. ബ്രോമോമൈഡിനകത്ത് C ഡബിൾ ബോണ്ടോ ആണ് റിമൂവ് ആവുന്നത്, അത് കാർബണേറ്റ് ആയിട്ടാണ് റിമൂവ് ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. കാർബണേറ്റ് ആയിട്ടാണ് റിമൂവ് ആവുന്നത്. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഈസ് റിമൂവ്ഡ് ആസ് കാർബണേറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്കകത്ത് ബോയിലിംഗ് പോയിന്റിന്റെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതായത് പ്രൈമറി അമീൻ ആണോ സെക്കൻഡറി അമീൻ ആണോ ടെറിഷറി അമീൻ ആണോ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് പ്രൈമറി അമീൻ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, പ്രൈമറി അമീന് 2 ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡറി അമീന് 1 ഹൈഡ്രജനേ ഉള്ളൂ, ടെറിഷറി അമീന് ഹൈഡ്രജൻ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മോളിക്യൂളുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തമ്മിൽ സെയിം മോളിക്യൂൾസ് തമ്മിൽ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതൽ പ്രൈമറി അമീൻസിനായിരിക്കും. അതുകൊണ്ടാണ്, അതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് അത് പറയുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക ബോയിലിംഗ് പോയിന്റ് BP എന്ന് എഴുതുകയാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്രൈമറി amines are more than secondary and tertiary amine. ഓക്കെ ആണല്ലോ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? In case of tertiary amine, there are no hydrogen atom. So they failed to form intermolecular hydrogen bonding with similar molecule. അപ്പോൾ ആ മോളിക്യൂളിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അതിനെ പൊട്ടിക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിലായില്ലായിരിക്കും ഇല്ലയോ? അതായത് പ്രൈമറി അമീന് RNH ഉണ്ട്. തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ വേണ്ടി, സെയിം മോളിക്യൂളുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ വേണ്ടി ഈ ഹൈഡ്രജൻ ത്രൂയും പറ്റും. സെക്കൻഡറി വരുന്ന സമയത്ത് RNH ഇവിടെയും R ആ വരുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ തൊട്ടടുത്തുള്ള സിമിലർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ. എന്നാൽ ടെറിഷറി വരുമ്പം ആരുമില്ല, എല്ലാ ഹൈഡ്രജനും റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് തൊട്ടടുത്തുള്ള സിമിലർ മോളിക്യൂളായിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഫ്രീ ഹൈഡ്രജൻ ഇല്ല.
അതുകൊണ്ട് തന്നെ ഇവരും തൊട്ടടുത്തുള്ള മോളിക്കൂളും തമ്മിൽ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബോണ്ടുകളെ പൊട്ടിക്കാൻ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ടെറിഷറിക്ക് ബോയിലിംഗ് പോയിന്റ് തീരെ കുറവായിരിക്കും കമ്പയർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിക്ക് ആയിരിക്കും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ. ഓക്കെ ആണല്ലോ, അതാണ് അവിടെ പറയുന്നത്. ഇനി ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറും കൂടെ വേണമെങ്കിൽ ഇതിന്റെ താഴോട്ട് എഴുതി വെച്ചിട്ടു. ഓർഡർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ. എങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്താം. നമുക്ക് 2 ക്ലാസ് കൂടെ വേണം കേട്ടോ, എന്തായാലും തീരാൻ വേണ്ടി 2 ക്ലാസ്. കാരണം